ഹലോ. ഇവളെന്നെ കൊല്ലുന്ന തോന്നണേ അച്ഛാ. അച്ഛാ അച്ഛാ, കാഞ്ചന എന്നെ വെറുതെ അടിക്കാന്ന് മാത്രല്ല ഇപ്പൊ വെടിവെക്കാനും തുടങ്ങി. അവളെന്നെ എൻകൗണ്ടർ ചെയ്തോളെ അച്ഛാ. എന്നെ വന്നത് രക്ഷിക്കാ. നാട്ടില്ലാത്തവനെ, നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് നാണം തോന്നുക. എവിടെയാടാ, എവിടെ നിന്റെ സിംഗടികളൊക്കെ? അച്ഛാ, അച്ഛന് അവളെ പറ്റി ശരിക്കും അറിഞ്ഞിട്ടാ. അവള് പെണ്ണല്ല, അവള് കാലനാ. കോർപ്പറേഷൻകാര് നായ്ക്കളെ പിടിച്ചോണ്ട് പോകുന്ന പോലെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയത്. പക്ഷെ ഞാൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് അച്ഛാ. ഏയ് മാതേഷേ, ഞാൻ പറയുന്ന കേൾക്ക്. വെളുക്കുന്നതിന് മുമ്പ് എവിടേക്കാന്ന് വെച്ചാ പോ. അവളെന്നെ ഓടാൻ സമ്മതിച്ചല്ലേ? എവിടെ നോക്കിയാലും പോലീസുകാരാ. എല്ലാ ചെക്ക് പോസ്റ്റിലും ചെക്ക് ചെയ്യുന്നുണ്ട്. അച്ഛാ, അവളുടെ കയ്യിൽ എങ്ങാനും എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ കൊന്നുകളയാ അച്ഛാ. ശരി ശരി, നീ അവിടെ പേടിച്ച് മരിക്കണ്ട. നീ ഇപ്പൊ എവിടെയുള്ളത്? ഫാം ഹൗസ് ഇല്ലേ, അതിലെ കിച്ചന്റെ അകത്തുണ്ട് അച്ഛാ. വെളുക്കുന്നവരെ നീ അവിടെ തന്നെ ഇരിക്കും. നേരം വെളുത്തിട്ട് നിന്ന ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നമുക്ക് ബെയിലെടുക്കാം. പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ അച്ഛാ, ഓക്കെ അച്ഛാ. ഹലോ മാതേഷ്. ഹലോ ഹലോ മാതേഷ്. വേണ്ട കാഞ്ചന, ഞാൻ പറയുന്നത് കേക്ക്. വെടിവെക്കല്ലേ കാഞ്ചന. അച്ഛാ, മാഡം, കമ്മീഷണർ ലൈനിലുണ്ട്. കണ്ടിന്യൂ. കാഞ്ചനെ, ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം. എന്താ കാഞ്ചനെ, എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഇഷ്ടത്തിന് തോന്നിയ ദിവസം ചെയ്യാ? ഞാനും നിന്റെ ഹയർ ഓഫീസറെ എന്തിനു വേണ്ടി ഇരിക്കുന്നത്? ചുമ്മാ വർത്താനം പറയാനോ? ഇല്ല സർ, നിയമത്തെ സംരക്ഷിക്കാനാണ്. അത് നീ പറഞ്ഞറിയേണ്ട ആവശ്യം എനിക്കില്ല. നിയമം എവിടെ പാലിക്കണം, എവിടെ പാലിക്കപ്പെടേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യപ്പൻ ആരാന്നാ നിന്റെ വിചാരം? നമ്മുടെ പാർട്ടി ഫണ്ടിലേക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാ. എന്റെ ഗോഡ് ഫാദറാണ്. അദ്ദേഹത്തിന്റെ മകനല്ലേ നീ അറസ്റ്റ് ചെയ്തിരിക്കുന്നേ? ആദ്യം നീ അയാളെ റിലീസ് ചെയ്യും. ഇദ്ദേഹത്തിനോട് മാപ്പ് പറ. സോറി. നിങ്ങളോടല്ല, ഇദ്ദേഹത്തിനോടാ. ഇവൻ നിങ്ങൾക്ക് ചിലപ്പോ ഗോഡ് ഫാദർ ആയേക്കാം, പാർട്ടി ഫണ്ടിലേക്ക് ധനസഹായം ചെയ്തിരിക്കാം. എന്നാൽ ഇയാളുടെ മോനൊരു കൊലപാതക. ഒരു പോലീസുകാരനെ തന്റെ വീട്ടിൽ വെച്ച് അതിക്രമിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ മനസാക്ഷിയില്ലാതെ കൊലപ്പെടുത്തിയിരിക്കുന്നു. പോലീസുകാരുടെ ജീവന് പോലും യാതൊരു ഉറപ്പുമില്ലെങ്കിൽ പബ്ലിക്കിനെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കും? ശരി, നടന്നത് നടന്നു. എന്തോ ചോരത്തലപ്പുകൊണ്ട് സംഭവിച്ചു. വേണമെങ്കിൽ ആ കുടുംബത്തിന് നമുക്ക് 1 ലക്ഷം രൂപ ധനസഹായം ചെയ്യാം. സോറി, ഒരു ജീവന് പകരം പണം കൊണ്ടെല്ലാം ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കണ്ട. പോയ അയാളുടെ ജീവൻ തിരിച്ചു തരാൻ കഴിയോ? അയാളുടെ ഭാര്യയ്ക്ക് ഭർത്താവിന് തിരിച്ചു കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് അനാഥരായ അയാളുടെ മക്കൾക്ക് അച്ഛന് തിരിച്ചു കൊടുക്കാൻ കഴിയോ? ഏയ്, ആരോടാ നീ സംസാരിക്കുന്നേ? ഞാൻ ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്ററാണ്. എന്റെ ഈ ഖദറിന്റെ പവറുണ്ടല്ലോ, അത് നീ ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന കാക്കയ്ക്ക് ഇല്ല മോളെ. എന്നെ ധിക്കരിക്കാനായോ നീ? ഞാൻ ആരെയും ധിക്കരിക്കുന്നില്ല സർ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോ? ട്രാൻസ്ഫർ, അത്രയല്ലേ ഉള്ളൂ. ഊണും ഓർക്കും കളഞ്ഞ് നാടിനെ രക്ഷിക്കുന്നവരാ ഞങ്ങൾ. അന്തസ്സില്ലാത്ത ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നട്ടല് തല്ലിയൊടിച്ച് നാട് സംരക്ഷിക്കുന്ന ഞങ്ങളുടെ കടമയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ മകനെ വിടാൻ നീ തയ്യാറല്ലേ? ഞാൻ ഒരു പ്രാവശ്യം FIR ഇട്ട് കഴിഞ്ഞാൽ കോടതിയിൽ ശിക്ഷ കിട്ടണം. ഇല്ലെങ്കിൽ നടു റോട്ടിൽ വെച്ച് ചവിട്ടിക്കൊട്ടി കൊന്നുകളയും. അതായത് എന്റെ മകനെ കൊല്ലോ? നീ കൊല്ലുന്നത് നിങ്ങളുടെ ശീലം, സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ശീലം. എനിക്ക് വേണമെങ്കിൽ അവന്റെ നെറ്റിൽ ഗൺ വെച്ചപ്പോ തന്നെ കൊല്ലാമായിരുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നതുപോലെ അതേപോലെ തെറ്റ് ചെയ്തവനും ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. അതിന്റെ ഇടയ്ക്ക് ആര് വന്നാലും എന്നെ കുറിച്ച് ആർക്കും അറിയില്ല. ഞാൻ എന്തിനും മടിക്കാത്തവളാണ്. എനിവേ, സോറി സർ. ഒരു ഹോം മിനിസ്റ്റർ ഇയാളുടെ വാക്ക് പോലും കേൾക്കാതെ അവള് പോയിരിക്കുന്നേ. കമ്മീഷണർ, ഉടനെ തന്നെ അവളെ സസ്പെൻഡ് ചെയ്യൂ. സർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നോ ആർഗ്യുമെന്റ്, ഓൺലി ഇംപ്ലിമെന്റ്. സസ്പെൻഡ് ഹർ.
തല്ലല്ലേ തല്ലല്ലേ ആ തല്ലല്ലേ ആ തല്ലല്ലേ പോലീസുകാർക്കെതിരെ കൈ പൊന്തിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഒച്ച വെക്കടാ, നന്നായിട്ട് ഒച്ച വെക്കേ. മറ്റുള്ളവരുടെ ചോരയുടെ ഗന്ധം നന്നായിട്ട് ആസ്വദിച്ചതല്ലേ? വേദന എന്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. നീ ചെയ്ത ഓരോ കൊലപാതകങ്ങൾക്കും കൊള്ളകൾക്കും ബലാത്സംഗത്തിനും അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. നിന്നെ നീ ജീവിക്കാൻ അനുവദിച്ചിട്ട് വേണ്ടടാ. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാ സത്യവും പറഞ്ഞേക്കാം. എന്നൊന്നും ചെയ്യല്ലേ. നിന്നെ വിടാനോ? നിന്നെ വെറുതെ വിടാനായിരുന്നെങ്കിൽ ഒറ്റൊരു ബുള്ളറ്റിന്റെ ആവശ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വേദനിച്ച് പൊളങ്ങി പൊളങ്ങി മരിക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. നാരായണ, വേണ്ട 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 എന്താടാ, എനിക്ക് കുളിര് പോരുന്നുണ്ടോ? നല്ല തണുക്കുന്നുണ്ടോ? ഇവരെന്നെ കൊന്നുകളയാ. എന്റെ മകനെ തല്ലാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായല്ലേ? ഞാനൊന്നും മനസ്സ് വെച്ചാ നിന്റെ ഈ കാക്കി കുപ്പായം അഴിപ്പിച്ചു വെച്ച് റോഡിൽ ഭ്രാന്തിയെ പോലെ നടത്തും. ഏയ് അയ്യപ്പ, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി നിന്റെ തിരുവായ തുറന്നാൽ നിന്റെ മകന്റെ സ്ഥിതിയായിരിക്കും നിനക്കും. അതിനെ പറഞ്ഞതനുസരിക്ക് എന്റെ മകനെ വിട്. ഞാൻ അകത്ത് വന്നാൽ പിന്നത്തെ അവസ്ഥ പറയാൻ കഴിയില്ല. ഏയ്, ഒച്ച വെച്ച് പേടിപ്പിക്കാൻ നോക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ അമ്മായച്ചന്റെ വീടല്ല. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല SP. ഞാൻ കാല് വെച്ച സ്ഥലത്ത് പിന്നെ ഒരു പുല്ല് പോലും മുളക്കില്ല. അതേ സ്ഥലത്ത് ഞാൻ എന്റെ ഈ കാല് വെച്ചാൽ നീ വെന്ത് വെണ്ണീറായി പോകും. ഏയ്, വേണ്ട കാഞ്ചനെ, നീ വെറും ഒരു പെണ്ണാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്താ പറഞ്ഞത്? ഞാൻ വെറും ഒരു പെണ്ണാണെന്നോ? നിനക്ക് ജന്മം തന്ന് മുലയൂട്ടിയത് ഒരു പെണ്ണാണ്. നിന്റെ കിടപ്പറ പങ്കിടുന്നതും ഒരു പെണ്ണാണ്. ഈ നാട് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയും ഒരു പെണ്ണാണ്. IPS കിരൺ ബേഡിയും ഒരു പെണ്ണ് തന്നെയാണ്. ഈ ലോകത്തിന്റെ മാതാവായ ഭൂമി ദേവിയും ഒരു പെണ്ണ് തന്നെയാണ്. ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവരെ വേരോട് നശിപ്പിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച വീരപുത്രിയായ റാണി ലക്ഷ്മിബായും ഒരു പെണ്ണ് തന്നെയാടാ. നിന്റെ ഈ അക്രമങ്ങളൊക്കെ ചേർത്ത് നീ കെട്ടിപ്പടുത്തി ഈ ക്രിമിനൽ സാമ്രാജ്യമൊക്കെ നിലം പരിശാക്കി ചുട്ടുകരിക്കാൻ വന്നവളാണ് ഞാൻ. ഈ ചീറ്റപ്പുലി കാഞ്ചനയും ഒരു പെണ്ണാണടാ. ഏയ്, ഇനി 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈകളിൽ വിലങ്ങിട്ട് ഈ ജയിലിനകത്ത് നിന്നെ തൂക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കാഞ്ചനയല്ലടാ. എടേ, അടുത്ത 24 മിനിറ്റിനുള്ളിൽ നിന്റെ ഈ കാക്കി കുപ്പായ ഞാൻ അരിപ്പിച്ചു വെച്ചില്ലെങ്കിൽ എന്റെ പേര് അയ്യപ്പൻ നല്ലടേ. ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ആ ബെയിലിന്റെ കോപ്പി എടുത്തോണ്ട മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക്. ഇതാണ് കോടതി ഉത്തരവ്. അവനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഈ ബെയിൽ ഓർഡർ കാണിച്ച് നിന്റെ മോനെ എനിക്ക് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ എന്റെ നിയമത്തിന്റെ മുന്നിൽ വെച്ച് അവന് രക്ഷയില്ല അയ്യപ്പ. സുനിൽ, റിലീസ് ഹിം. എനിക്ക് വയ്യ. നിൽക്കണല്ലോ. പോടാ.